അയോധ്യയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മോദി പച്ചക്കൊടി കാണിക്കും. രാത്രി യാത്രയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ട്രെയിൻ സെറ്റാണ് വന്ദേ ഭാരത് സ്ലീപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇന്ന് അരങ്ങേറും. കൊൽക്കത്ത ഗുവാഹത്തി റൂട്ട് കിഴക്കൻ ഇന്ത്യക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കുമിടയിൽ രാത്രികാല സെമി ഹൈസ്പീഡ് യാത്ര വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ജനുവരി 17-18 തീയതികളിൽ പശ്ചിമ ബംഗാളും അസമും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൗറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:45 പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലെ മാൽഡ സന്ദർശിക്കുകയും മാൽഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഹൗറയെ ഗുവാഹത്തിയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ രാത്രി യാത്രയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ട്രെയിൻ സെറ്റാണ്. നിലവിലുള്ള വന്ദേ ഭാരത് ചെയർ കാർ സേവനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുഷ്യൻ ചെയ്ത ബർത്തുകൾ, ശാന്തമായ ക്യാബിനുകൾ, രാത്രി സൗഹൃദ ലൈറ്റിംഗ് എന്നിവയുള്ള ദീർഘയാത്രയിലെ സുഖ സൗകര്യങ്ങളിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കനുസരിച്ച് ഈ ട്രെയിൻ ഈ റൂട്ടിലുള്ള നിരവധി ജില്ലകൾക്ക് ഗുണം ചെയ്യും. ഓരോ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലും 16 കോച്ചുകൾ ഉണ്ടായിരിക്കും. ആകെ 823 യാത്രക്കാരെ വഹിക്കാൻ കഴിയും. വന്ദേ ഭാരതിൽ തേർഡ് AC നിരക്ക് ഏകദേശം 2300 രൂപയായിരിക്കും. ഭക്ഷണം ഉൾപ്പെടെ സെക്കൻഡ് AC ഏകദേശം 3000 രൂപയും ഫസ്റ്റ് AC ഏകദേശം 3600 രൂപയുമായിരിക്കും. മധ്യവർഗത്തെ മനസ്സിൽ വെച്ചാണ് നിരക്കുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രസ്താവനയിൽ പറയുന്നു. നിലവിൽ ഗുവാഹത്തി ഹൗറ വിമാനയാത്രയ്ക്ക് ഏകദേശം 6000 മുതൽ 8000 രൂപ വരെ ചിലവാകും. യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവും ലോകോത്തരവുമായ യാത്രാനുഭവം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലുണ്ട്. സുഖകരമായ സ്ലീപ്പർ ബർത്തുകൾ, നൂതന സസ്പെൻഷൻ സംവിധാനങ്ങൾ, ഓട്ടോമാറ്റിക് വാതിലുകൾ, ആധുനിക ടോയ്ലറ്റുകൾ, അഗ്നിശമന കണ്ടെത്തലും സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങളും, CCTV അധിഷ്ഠിത നിരീക്ഷണം, ഡിജിറ്റൽ പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ, ഊർജ്ജക്ഷമതയുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ മാസം ആദ്യം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൊൽക്കത്തയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി മോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണവും സർട്ടിഫിക്കേഷനും പൂർത്തിയായതായി ജനുവരി 1 കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു. ട്രെയിനിനായി നിർദ്ദേശിക്കപ്പെട്ട ആദ്യ റൂട്ട് ഗുവാഹത്തി മുതൽ കൊൽക്കത്ത വരെയാണെന്നും കൂട്ടിച്ചേർത്തു. അടുത്ത 15-20 ദിവസത്തിനുള്ളിൽ സേവനങ്ങൾ പ്രവർത്തനക്ഷമമാകും. ഒരുപക്ഷെ ജനുവരി 18 അല്ലെങ്കിൽ 19. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം വ്യക്തമാണ്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ കൃത്യമായ തീയതി ഞാൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് എത്തിക്കുന്നതും മോദിയുടെ വികസനത്തിലെ നേട്ടങ്ങളിലൊന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.